മുഖ്യമന്ത്രി ആരെന്ന് പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകുമ്പോൾ ആശയക്കുഴപ്പവും തമ്മിൽ പോരും കോഴിക്കോട് ജില്ലയിലും വ്യക്തമാണ്. മുഖ്യമന്ത്രി സ്ഥാന പ്രഖ്യാപനത്തിനപ്പുറം മന്ത്രിസഭയിൽ ഇടം പിടിക്കാനുള്ള ചരടുവലികളാണ് നിയുക്ത MLA-മാർ നടത്തുന്നത്. റിപ്പോർട്ട് കാണാം. മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള തമ്മിലടി കോൺഗ്രസിൽ രൂക്ഷമായി തുടരുകയാണ്. ഇതിനിടയിലാണ് മന്ത്രിസ്ഥാനത്തേക്ക് വേണ്ടിയുള്ള ചരടുവള്ളികൾ. കോൺഗ്രസിലെ MLA-മാർ ജില്ലയിലെ സതീശൻ അനുകൂലികളെ ഭീഷണി സ്വരത്തിൽ നിലക്കി നിർത്തിയ DCC അധ്യക്ഷൻ പ്രവീൺ കുമാറിനെയാണ് ഹൈക്കമാൻഡിന് കൂടുതൽ താല്പര്യം. ജില്ലയിൽ UDF-ന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു എന്നുള്ളതും പ്രവീൺ കുമാറിന് അനുകൂലമായ സംഗതിയാണ്. അതേസമയം കെ സുധാകരന്റെ നോമിനിയായ കോഴിക്കോട് നോർത്തിൽ ജയിച്ച അഡ്വക്കേറ്റ് ജയന്തും മന്ത്രി കസേരയ്ക്കായി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. കെ സുധാകരനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും പൂർണ്ണമായി മാറ്റി നിർത്തിയതിനാൽ മന്ത്രിസഭാ രൂപീകരണത്തിലും വിഭജനത്തിലും കെ സുധാകരൻ പറയുന്നത് ഹൈക്കമാൻഡിന് കേൾക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ നറുക്ക് ജയന്തിന് വീഴാൻ സാധ്യതയുണ്ട്. അതേസമയം ജില്ലയിൽ നിന്ന് വനിതാ മന്ത്രിയെ കൊണ്ടുവരുവാനും KC വേണുഗോപാലിന്റെ അനുകൂലികൾ ശ്രമിക്കുന്നുണ്ട്. എലത്തൂരിൽ AK ശശീന്ദ്രനെ പരാജയപ്പെടുത്തിയ വിദ്യാ ബാലകൃഷ്ണന് അങ്ങനെയെങ്കിൽ അവസരം ലഭിക്കും. എന്തായാലും മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഹൈക്കമാൻഡ് ഊർജിതമാക്കിയിരിക്കുമ്പോൾ മന്ത്രിസഭയിൽ ഇടം പിടിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുകയാണ് കോഴിക്കോട് ജില്ലയിലെ നിയുക്ത MLA-മാർ. കൈരളി ന്യൂസ്, കോഴിക്കോട്.